നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ധിക്കാരവും ധാർഷ്ട്യവുമൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി മിസ്റ്റർ അമിത് അനിൽ ചന്ദ്ര ഷാ എന്ന് BJP എംപിമാർ തന്നെ മുഖത്ത് നോക്കി പറയുമ്പോൾ പിന്നെ എങ്ങനെ ഭയക്കാതിരിക്കും? കേവലം 240 എംപിമാർ മാത്രമാണ് BJPയിൽ ഇപ്പോൾ ഉള്ളത്. അത് 3 മാസത്തിനുള്ളിൽ തന്നെ 210ലേക്ക് താഴാൻ പോകുന്നു എന്നത് ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിലേക്ക് എന്ന സൂചനയാണ് ഈ നിമിഷം നൽകുന്നത്. 30ഓളം എംപിമാർ ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിയാലുള്ള ടാലി എങ്ങനെയാണെന്നുള്ളത് NDA പക്ഷത്തിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മോദിക്ക് രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. അത് മാത്രമല്ല, മന്ത്രിസഭ തന്നെ കുളം തോണ്ടാൻ ഏതൊരു കൂട്ടം എംപിമാർക്കും കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. BJPക്കുള്ളിൽ നിരവധി ബ്ലോക്കുകളായി തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ കോക്കസിനെ ഇനിയും ധാർഷ്ട്യ മനോഭാവത്തോടുകൂടി, ഏകാധിപത്യ മനോഭാവത്തോടുകൂടി ഭരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഒരു കോക്കസ് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അമിത്ഷായ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് എംപിമാരിൽ പലരും. അതിൽ എടുത്തു പറയേണ്ടത്, അമിത്ഷായെ ഒരു കൂട്ടം എംപിമാർ കാണാൻ ചെന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അവർ കൃത്യമായി ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. വളരെ വൈകാതെ തന്നെ മന്ത്രിസഭ പുനഃസംഘടനയിൽ പലരുടെയും ലിസ്റ്റ് വന്നില്ലെങ്കിൽ രാജി കൂട്ടത്തോടെ ആയിരിക്കും എന്ന നീക്കമാണ്. ഇതിന് മുന്നിട്ട് ആദ്യം ഇറങ്ങിയത് കർണാടകയിലെ ഒരു പ്രമുഖ എംപിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് രമേശ് ചന്ദപ്പ എന്നാണ്. അദ്ദേഹം ബിജാപൂർ എംപിയാണ്. നിരവധി തവണ ലോക്സഭ പ്രതിനിധിയായ വ്യക്തിയാണ്. നരേന്ദ്രമോദി ക്യാബിനറ്റിൽ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിട്ടുണ്ട്. പക്ഷേ ഈ കുറി അദ്ദേഹം രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. BJPയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ ഏത് നിമിഷവും രമേശ് ചന്ദപ്പയ്ക്ക് കഴിയും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നരേന്ദ്രമോദി ഭയന്നതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കാൻ ഏത് രാഷ്ട്രീയ കളി കളിക്കാനും രാഹുൽ ഗാന്ധി ഒരുക്കവുമാണ്. അതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി അറിയാം, പ്രതിപക്ഷം എന്നത് ഭരണപക്ഷമാകാൻ എംപിമാരിൽ കുറച്ച് പേർ ഇന്ത്യ മുന്നണിയിലേക്ക് സഖ്യം ചേർന്നാൽ മതി. അതുകൊണ്ട് തന്നെയാണ് BJP ഏറ്റവും കൂടുതൽ ഭയത്തോടെ ഈ സർക്കാരിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് ഓരോ നിമിഷവും ആലോചിച്ച് തന്നെയാണ് അവർ തലപുകഞ്ഞ് ഇരിക്കുന്നത്. മന്ത്രിസഭ താങ്ങി നിർത്താൻ നിർമ്മല സീതാരാമനെ കൊണ്ട് ബജറ്റിൻ്റെ വിഹിതം മുഴുവൻ, അതിൻ്റെ വലിയ തോത് 2 സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായി ചുരുക്കി കൊടുക്കേണ്ട ഗതികെട്ട നാണം കെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പരിതപിച്ചു. എന്നിട്ടും തീരുന്നില്ല സഖ്യകക്ഷികളുടെ കലി. അവരെ മന്ത്രിസഭയിൽ ഒതുക്കിയതിന്, ഏകപക്ഷീയമായ തീരുമാനമെടുത്തതിന് അവർ അടുത്ത പണിക്ക് ഒരുങ്ങുകയാണ്. അതിനിടയിൽ BJP എംപിമാരിൽ പലരും പറയുന്നു, നിങ്ങളെ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, മനസ്സില്ല എന്ന് പറയുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ അമിത്ഷാ തല കുമ്പിട്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വരുന്ന സാഹചര്യം. രാഹുൽ ഗാന്ധിക്കെതിരെ നാഷണൽ ഹെറാൾഡ് കേസ് കുത്തിപ്പൊക്കിയതും, രാഹുൽ ഗാന്ധി അപമാനിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷവും അതിന് തന്ത്രങ്ങൾ മെനഞ്ഞതും അമിത്ഷായുടെ കുശാഗ്ര ബുദ്ധിയാണ്. അതിന് കണക്ക് പറയേണ്ടി വരും എന്ന ഭയമാണ് അമിത്ഷായ്ക്ക്.